മൾബറിയാട്ടോ. വൈകുന്നേരം എന്താ പറയുക, നിന്നപ്പോഴാണ് വീഡിയോ എടുക്കാമെന്ന് തോന്നിയത്. അപ്പോൾ ഇങ്ങനെ ഫോണായിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് നമ്മൾ മൾബറിയുമ്പോൾ കുറച്ച് മൾബറി കണ്ടത് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ പറിക്കുകയാണ്. മോളുണ്ടെങ്കിൽ അവളാണ് ഇതൊക്കെ എടുത്ത് കഴിക്കാനാണ്. മോനിതൊന്നും താല്പര്യമില്ല. അപ്പം ഞാൻ ഇതൊക്കെ പിന്നെ അപ്പുറത്ത് കുട്ടികളുണ്ടാകുമ്പോൾ അവർ കൊണ്ടുപോകും. പക്ഷെ ഇപ്പോൾ നായ ഉണ്ടായതുകൊണ്ട്, നമ്മുടെ വീട്ടിൽ നായ ഉണ്ടായതുകൊണ്ട്, ഡോഗ് ഉണ്ടായതുകൊണ്ട് ആരും ഇങ്ങോട്ടങ്ങനെ വരില്ല. ഒരു മരം തന്നെ ഉള്ളൂ, നല്ല കായുണ്ടാവും. പക്ഷെ മഴ മഴ പെയ്ത ഇത് മധുരം കമ്മിയാണ്. മധുരം കമ്മിയാകുമ്പോൾ കഴിക്കാൻ രസം ഉണ്ടാവില്ല. ഇപ്പോൾ ഇങ്ങനെ വെയിലായതുകൊണ്ട് നല്ല രസമാണ് കേട്ടോ, നല്ല മധുരമുണ്ട് കഴിക്കാൻ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുക്കുക കേട്ടോ. ഞാൻ ദിവസം ഉണ്ടാവും ഓരോന്നായിട്ട് എനിക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ അത് ഓരോന്നും കുറച്ച് ഇതിലൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ കുറച്ചൊക്കെ കിട്ടിയിട്ടോ. അങ്ങനെ ഇതാ എല്ലാവരും മധുരമാണ്, നല്ല ചുവപ്പാണ് കേട്ടോ. അത് നല്ല ഇപ്പം നല്ല മധുരമാണ്. ഇനി മഴ പെയ്താൽ ഇതിൻ്റെ അടുത്തേക്ക് പോവേ വേണ്ട, ഒരു രസം ഉണ്ടാവില്ല. ഏഷ്യാൾ രക്തം കുടിക്കുമ്പോൾ അത് ഒഴുകി വരുന്നു. അങ്ങനെ ഇതിങ്ങനെ ഇരുന്ന് വൈകുന്നേരം ആണ് ഇരുന്ന് കഴിക്കുക കേട്ടോ. പിന്നെ എൻ്റെ മോളെ റിസൾട്ട് അറിഞ്ഞു, ജയിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ജയിച്ചിട്ടുണ്ട് 4+4 A B+B അങ്ങനെയൊക്കെ ആയിട്ട് ജയിച്ചിട്ടുണ്ട്. പിന്നെ വൈകുന്നേരം സന്ധ്യ വിളക്ക് വയ്ക്കാനായി അപ്പോൾ അതിനുള്ളൊരു പുറപ്പാടും തുടയും അടിയൊക്കെയാണ് കേട്ടോ. എനിക്കിങ്ങനെ തുടയ്ക്കുന്നതാണ് ഇഷ്ടം. എനിക്ക് കോലിട്ട് തുടയ്ക്കാൻ സത്യം പറഞ്ഞാൽ അറിയൂല, തുടച്ചിട്ടില്ല, തുടച്ച വൃത്തിയാവില്ല. ഇങ്ങനെ എനിക്ക് എരിഞ്ഞിന്ന് ഇങ്ങനെ ഇറങ്ങണം, ഇതിനാണ് എനിക്കിഷ്ടം. അങ്ങനെ ഇങ്ങനെ തുടച്ചതാ ഒരു ഒന്നായി എടുത്ത് എന്താ പറയുക, കുറച്ച് ദിവസമായിട്ട് സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് ദിവസമായിട്ട് അങ്ങനെ അധികം ചിലപ്പോൾ ഒരു എന്താ അറിയില്ല, എന്തോ പറ്റിയെന്ന് അറിയില്ല, സുഖമില്ല. നമ്മൾ വിചാരിച്ച പോലെ പണിയൊന്നും നടക്കുന്നില്ല, ഭയങ്കര ക്ഷീണം, കിടക്കുക, അങ്ങനെ ചെറിയ ഇതിലായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. ഡോക്ടറെ കാണിച്ച് മരുന്നൊക്കെ കുടിക്കുന്നുണ്ട്. അങ്ങനെ കേട്ടോ. അപ്പോൾ തുടക്കം കഴിഞ്ഞ് അവിടെയും അടുക്കളയും തുടച്ച് നമ്മൾ തുടക്കം കഴിഞ്ഞ് വിളക്ക് വയ്ക്കാം, മേലൊക്കെ കഴുകി, പിന്നെ അതിൻ്റെ ഇടയിൽ മേലൊക്കെ കഴുകി കൈ വന്ന് വിളക്ക് വയ്ക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. വിളക്ക് വെച്ച് പ്രാർത്ഥിക്കും. നമുക്ക് വൈകുന്നേരം ഒരു മനസ്സിക്കൊരു ഇതാട്ടോ, എന്താ പറയുക, ഒരു കുറച്ച് നേരം ഇങ്ങനെ വിളക്കിൻ്റെ അടുത്ത് ഇരിക്കുന്ന നാമം ചെല്ലുമ്പോൾ ഒരു സുഖമാണ്. എപ്പോഴൊന്നും ഇല്ല കേട്ടോ. ഞാൻ ആദ്യം വർക്കിനൊക്കെ പോയിരുന്നു, അന്നൊന്നും ചിലപ്പോൾ വിളക്ക് വയ്ക്കും, ചിലപ്പോൾ വിളക്ക് വയ്ക്കാൻ നേരം കിട്ടാറില്ല. പിന്നെ ഇപ്പോൾ കിട്ടുന്ന നേരത്ത് ഞാൻ വിളക്ക് വയ്ക്കലും നാമം ചെല്ലാനും ശ്രദ്ധിക്കും. അങ്ങനെ കേട്ടോ. മക്കളുണ്ടാകുമ്പോൾ മക്കളോടും പറയും. മോന് മടിയാണ് ഇപ്പോൾ എല്ലാം. മോള് ചെയ്യും. എന്നാലും ഞാൻ പറയും വിളക്ക് വയ്ക്കൂ, എനിക്ക് പറ്റാത്തതിൽ നാമം ചെല്ലൂ എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് മോനെ ഡ്രൈവിങ്ങിന് പോയിരുന്നു. അവൻ വന്നപ്പോൾ അവന് ചായ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഉച്ചയ്ക്ക് കൊടുന്ന ചോറ് ഉണ്ടായിരുന്നു കുറച്ച് ബാക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ഞാൻ ചായക്ക് കടിയൊന്നുമില്ല, ആ ചോറ് തരട്ടേ ചോദിച്ചു. അപ്പോൾ അവൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അവൻ കണ്ടിട്ടില്ല കേട്ടോ, അവൻ കണ്ടാൽ സമ്മതിക്കില്ല ഈ വീഡിയോ എടുക്കാൻ. അപ്പോൾ അവൻ കഴിക്കുന്നു. അപ്പോൾ അവനും ചായ കൊടുത്തു. അപ്പോൾ ഞാനും തന്നെ ചായ കുടിക്കുന്നു. ബാക്കി കുറച്ച് ചോറ്, അവൻ ഉച്ചയ്ക്ക് കഴിച്ചതിൻ്റെ ബാക്കി ചോറുണ്ടായിരുന്നു, ഞാനും കഴിക്കുക കേട്ടോ. അപ്പോൾ പിന്നെ അതും കഴിച്ച് രാത്രിയാണ് ഈ പാൽ ചായ. പിന്നെ ചായ പൊതുവേ കുടിക്കലില്ല. ഇതിപ്പോൾ അവന് ഇട്ടപ്പോൾ ഒരു പൂതി, അപ്പോൾ ഞാനും കുടിച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ. പറയും പോലെ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ, ഗുഡ് നൈറ്റ്.